ഇന്നലെ രാത്രി വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നത്. ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുന്നതിനിടെ കാലിഫോർണിയയിൽ നിന്നുള്ള ഒരാൾ സുരക്ഷാ പരിശോധന വെട്ടിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇയാൾ തോക്കുകളും കത്തികളുമൊക്കെയായിട്ടാണ് വന്നത്. തുടർന്നുണ്ടായ വെടിവയ്പിൽ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു. പക്ഷേ വെസ്റ്റ് കാരണം രക്ഷപ്പെട്ടു. ട്രംപിനെ ഉടൻ തന്നെ സുരക്ഷിതമായി മാറ്റി. പിടിയിലായ അക്രമി ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് സമ്മതിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ട്രംപ് വൈറ്റ് ഹൌസിൽ ഒരു പത്രസമ്മേളനവും നടത്തി. അദ്ദേഹം അക്രമിയെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് വിശേഷിപ്പിച്ചത്. തന്നെ ലക്ഷ്യമിട്ടത് താൻ ശക്തനായതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ ധീരതയെ അദ്ദേഹം പുകഴ്ത്തി. ഒപ്പം വെടിയേറ്റ ഉദ്യോഗസ്ഥൻ ധരിച്ച ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിനെയും പുകഴ്ത്താനും മറന്നില്ല. ആ വെസ്റ്റ് അതിന്റെ ജോലി ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. അക്രമി കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള 31-കാരനായ കോൾ തോമസ് അലൻ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഒരു പാർട്ട് ടൈം ടീച്ചറും ഗെയിം ഡെവലപ്പറും ആണെന്നാണ് അറിയുന്നത്. ഇയാൾ ഹോട്ടലിലെ ഒരു ഗസ്റ്റ് ആയിരുന്നു എന്നും കരുതപ്പെടുന്നു. മുൻപ് ഒരു ചെറിയ തുക ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനയായി നൽകിയതായും രേഖകളിലുണ്ട്. വെടിയേറ്റ ഉദ്യോഗസ്ഥൻ സുഖമായി പ്രാപിച്ചു വരികയാണെന്നാണ് വിവരം. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്.